ആരാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? ഡൽഹിയിൽ നിന്നും നിർണായക പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടായേക്കും എന്നതാണ് സൂചന. ചർച്ചകൾക്കായി തന്നെ നേതാക്കൾ ഇന്ന് ഡൽഹിയിലേക്ക് എത്തി. വി.ഡി. സതീശൻ വന്ന് ഇറങ്ങിയ ആ നിമിഷം വൻ സ്വീകരണമാണ് MSF പ്രവർത്തകരാകട്ടെ അവിടെ നൽകിയത്. എന്നാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നേരെ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനമാണ് അവിടെ നടത്തിയത്. ഇതോടുകൂടി തന്നെ വീണ്ടും മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് നേതൃത്വം കടന്നുപോകുന്നത്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നതിനാൽ തന്നെ അവിടെ അതായത് ഭൂരിഭാഗം പ്രവർത്തകരുടെയും അവരുടെ നിലപാടും ആഗ്രഹവും അത് തന്നെയാണ് എന്നതാണ് അദ്ദേഹം ഡൽഹിയിൽ കാലെടുത്ത് വെച്ച നിമിഷം മുതൽ തന്നെ ആ വികാരത്തിൽ നിന്നും വെളിവാകുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇന്ന് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് അവിടെ പുരോഗമിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തലസ്ഥാനത്ത് സജീവ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ. അതേസമയം മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെടില്ല എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് സൂചന. കേരളത്തിൽ നിന്ന് മടങ്ങിയെത്തിയ AICC നിരീക്ഷകരുമായി തന്നെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയതായും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായും ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾക്കായി തന്നെ ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് അവിടെ MSF പ്രവർത്തകർ സ്വീകരണം നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നേരെ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറിയത്. കേരള ഹൗസിൽ റൂം ബുക്ക് ചെയ്തിരുന്നുവെങ്കിൽ പോലും രമേശ് ചെന്നിത്തല ഇതുവരെയും എത്തിയിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7:00 തന്നെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച നേതാക്കൾ ഡൽഹിയിലെത്തിയത് രാത്രി 12:30 കേരള ഹൗസിലേക്ക് വി.ഡി. സതീശന്റെ കാർ എത്തിയ ഉടൻ തന്നെ MSF പ്രവർത്തകരാകട്ടെ മുദ്രാവാക്യം വിളിക്കുന്നതും അവിടെ അദ്ദേഹത്തെ വൻ സ്വീകരണം നൽകി ഏറ്റുവാങ്ങുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ നേതാക്കൾ ഷോൾ അണിയിച്ച ശേഷം തോളിലേറ്റി കേരള ഹൗസിലേക്ക് എത്തിച്ചു. അതേപോലെ UDF വിജയത്തിലെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് കേക്ക് മുറിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെ വി.ഡി. സതീശൻ അവിടെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ മാറിപ്പോയി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കേരള ഹൗസിലേക്ക് എത്തിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നേരെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് പാഞ്ഞെത്തിയത്. മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹവും അവിടെ പ്രതികരണം നൽകാതെ തന്നെ മുറിയിലേക്ക് പോയതായും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി അടക്കം വലിയ രീതിയിൽ, അതായത് പ്രിയങ്ക ഗാന്ധിക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ പ്രവാഹം എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വയനാട്ടിൽ നിന്ന് അടക്കമുള്ള പ്രവർത്തകരാണ് ഔദ്യോഗിക ഇമെയിലുകളിലേക്ക് ബന്ധപ്പെടുന്നതെന്നും സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നതാണ് ഈ ഒരു മെയിലിൽ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രിയങ്കയുടെ മണ്ഡലത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 99% സാധ്യത KC വേണുഗോപാലിനാണ് എന്നതാണ് KC പക്ഷ നേതാക്കൾ ഇവിടെ വ്യക്തമാക്കുന്നത്. പിന്മാറില്ല എന്ന സന്ദേശം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒട്ടും മയം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ആ ഒരു KC പക്ഷം ഉറച്ചു നിൽക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകില്ല എന്നതാണ് ഇവരുടെ അവകാശവാദം. 6 മാസത്തെ സമയമുണ്ട് എന്നും സർക്കാർ നല്ല പ്രകടനം കാഴ്ചവെക്കും, അതോടുകൂടി തന്നെ ജയിക്കുമെന്നതാണ് KC പക്ഷ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.